നമസ്കാരം. ഏവർക്കും ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, പ്രധാന ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 1, 2, 3 എക്സെട്ര n 1, 2, 3 എക്സെട്ര n, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക, ഹൃദിസ്ഥമാക്കുക. n × n+1/2 n × n+1/2. ഒരു ചോദ്യം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അതായത് ഇവിടെ n എന്ന് പറയുന്നത് 50 ആണ്. അതായത് 50 × n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? n × n+1/2. ആ ഫോർമുല അപ്ലൈ ചെയ്യുക. 50 × 50 + 1 51/2, അതായത് 1275 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1275. n × n+1/2. n എണ്ണൽ സംഖ്യകളുടെ തുക 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുല ഉണ്ട്. n × n+1/2. അത് ഹൃദയസ്ഥമാക്കി വെക്കുക. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. നമ്മുടെ ഫോർമുല എന്താണ്? n × n+1/2, അതായത് 50 × 50 + 1 51/2. 25 × 51 1275 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? നമുക്കിവിടെ n കാണേണ്ടത്. n കണ്ടുപിടിക്കണം, എത്ര എണ്ണം. അപ്പോൾ നമുക്ക് തുക ഇനി തന്നിട്ടുണ്ട്. n × n+1/2 എന്ന് പറയുന്നത് 105 ആണ്. ഈ ഓപ്ഷനിൽ ഇത് ഇട്ട് കൊടുക്കാം. n-ന് പകരം 15 ഇട്ടാൽ എന്ത് വരും? 15 × 15 + 1 16/2, അതായത് 58. അപ്പോൾ അത് 105-ന് തുല്യമല്ല, നോട്ട് ഈക്വൽ ടു 105. ഇനിയും 12 നോക്കാം. n-ന് 12 ഇട്ട് കൊടുക്കാം. 12 × 12 + 1/2, 12 × 13/2, 6 78 വരും. അതും 105-ന് തുല്യമല്ല, അപ്പോൾ അത് രണ്ടും അല്ല. ഇനി 14 ഇട്ട് കൊടുക്കാം n-ന് പകരം. 14 × 14 + 1/2 105 ആണെന്ന് നോക്കാം. 2 7 7 × 15, അപ്പോൾ 105 വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. n × n+1/2 നേരിട്ടിങ്ങ് തന്നേക്കുക 105 ആണെന്ന്. നമുക്ക് n × n+1/2 105 വരുന്ന ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇത് ഓപ്ഷൻ നോക്കാം. 15 × 15 + 1/2, അതായത് 15 × 16/2, അത് 105-ന് തുല്യമല്ല. ഇനി 12 ഇട്ട് കൊടുത്ത് നോക്കാം n-ന് പകരം. 12 × 12 + 1 12 × 13/2, അതും 105 അല്ല. ഇനി 14 ഇട്ട് കൊടുത്ത് നോക്കാം. 14 × 14 + 1/2 14 × 15/2, അതായത് 7 × 15 വരും. നമുക്ക് 105 കിട്ടും. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n², അതായത് 1 + 3 + 5 + എക്സെട്ര n ഒറ്റ സംഖ്യകൾ തുക കാണാനുള്ള ഫോർമുല n². ആ ഫോർമുല ഹൃദിസ്ഥമാക്കുക. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1, അതായത് 2 + 4 + 6 + 8 എക്സെട്ര n × n+1. ഈ 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണുക. 100 വരെ ആകെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ n എത്രയാണ്? ഒറ്റ സംഖ്യകളുടെ എണ്ണം, അതാണ് n. അതായത് n 50 ആണ്. അപ്പോൾ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക n² = 50² = 50 × 50 2500 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 2500. 1 മുതൽ 100 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക കാണുക. അതായത് n ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 100 വരെ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും കൂടെ ഉൾപ്പെടെയാണ്. അപ്പോൾ 100 വരെ ആകെ 50 ഇരട്ട സംഖ്യകളും 50 ഒറ്റ സംഖ്യകളുമാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 50. അപ്പോൾ n².
50² സമം 50 ഗുണം 50 സമം 2500. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി അടുത്തത് 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. 29 വരെ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ആ ലാസ്റ്റ് തന്നേക്കുന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കണം. അതായത് 30/2 15. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം n കണ്ടുപിടിക്കാം. 15. ഇപ്പോൾ n² സമം 15² സമം 225. ഓപ്ഷൻ സി ആണ് ഉത്തരം. 225. ഈ 29 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ സംഖ്യകൾ ഇരട്ട സംഖ്യകൾ ഉൾപ്പെടുന്നുണ്ട്. 29ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. അതായത് 30/2 15. അപ്പോൾ ആകെ 15 ഒറ്റ സംഖ്യകളാണുള്ളത്. അതായത് n². n ഇവിടെ 15ആണ്. n² 15² അതായത് 225 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. സംഖ്യകൾ ഹോൾ നമ്പേഴ്സ് എന്നാൽ എന്താണെന്ന് നോക്കാം. 0 എണ്ണൽ സംഖ്യകൾ 1 2 3 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ 0യും കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് 0 1 2 3 എക്സെട്ര എന്ന അഖണ്ഡ സംഖ്യകൾ അല്ലെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഇവിടെ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുലയുണ്ട്. n × n-1/2. ആ ഫോർമുല ഹൃദിസ്ഥമാക്കുക, ബൈ ഹാർട്ട് ആക്കുക. ആദ്യത്തെ 40 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? 40. n ഇവിടെ 40 ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 40 n × n-1/2 അതായത് 40 × 40 - 1/2 40 × 39/2 40 വെട്ട് 20 × 39 780 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 780. n × n-1/2 40 × 40 - 1/2 40 × 39/2 രണ്ടും 40 കൂടെ കട്ട് ചെയ്യുമ്പോൾ 20 × 39 780 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 0യും കൂടെ വരുമല്ലോ. അതുകൊണ്ട് മൊത്തം 0 ആയിപ്പോകും. അതിൻ്റെ ഗുണനഫലം 0 ആയിപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. 0 ആണ് ഉത്തരം. 1 + 2 + 3 + എക്സെട്ര 100. n × n+1/2 ഫോർമുല വെച്ചും ചെയ്യാം. അല്ലാതെ എളുപ്പം എഴുതേണ്ട. കൂടെ 100ൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിന് നേരെ പകുതി എഴുതുക. അത് ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യുക. 1 + 2 + എക്സെട്ര 1000 ആണെങ്കിൽ 1000ൻ്റെ പകുതി എഴുതുക. 500 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറുത് ഏത്? ഇവിടെ ഒരു സംഖ്യാരേഖ നോക്കിയാൽ 0 കഴിഞ്ഞ് വലത്തോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ അങ്ങോട്ട് പോന്നു. ഇടത്തോട്ട് -1 -2 -3 എക്സെട്ര ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ സംഖ്യയുടെ ഇപ്പോൾ നെഗറ്റീവ് നമ്പറാണ് ഇതിൽ ചെറുത്. 2 നെഗറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് നോക്കാൻ -15 -100. നെഗറ്റീവ് വാല്യൂ ഇടത്തോട്ട് 0ക്ക് ലെഫ്റ്റിലോട്ട് പോകുന്തോറും കുറഞ്ഞാൽ വരും. ന്യൂമറിക്കൽ വാല്യൂ കൂടിയാലും നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ കുറവ്. ഇതിലേറ്റവും ചെറുത് ഈ -50യേക്കാളിലും കുറേ ഇങ്ങോട്ട് വരും തോറും ഇടത്തോട്ട് വരുമ്പോൾ കുറഞ്ഞാൽ വരുന്നത്. -100 ആണ് ഉത്തരം. -100 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. -100 PSC ചോദ്യങ്ങളാണ്. 123.876 ഒരു ദശാംശ സംഖ്യ നോക്കാം. പോയിൻ്റുള്ള അതിൽ എന്ന സംഖ്യയിൽ 8ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് 1/10 10-1 8ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ 8ഉം ആ സ്ഥാനവും കൂടെ ഗുണിക്കുക. 8 × 1/10 0.8 വരും. 0.8 എന്ന് പറഞ്ഞാൽ നമ്മൾ 0.8 എന്ന് എഴുതും. 123.876 7ൻ്റെ സ്ഥാനം അതായത് പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആയതുകൊണ്ട് 100-1 1/100. 7ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിക്കുക. 7 × 1/100 അതായത് 0.07 വരും. 0.07. 6ൻ്റെ സ്ഥാനം ഇവിടെ 123.876 പോയിൻ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 1/1000 കിട്ടും. പോയിൻ്റ് കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥാനമാണെങ്കിൽ 1/10. പോയിൻ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനമാണെങ്കിൽ 1/100 100-1. പോയിൻ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനം ആയതുകൊണ്ട് 1000-1. അതിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും ആ സ്ഥാനവും കൂടെ ഗുണിക്കുക. 1000-1 കൂടെ. 6 കൂടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് 3 സ്ഥാനം മാറ്റി കുത്തിടണം ഇടത്തോട്ട്. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ അതുകൊണ്ട് 2 0 കൂടെ ഇട്ട് 3 സ്ഥാനം 0.006 തന്നെയാണ് 0.006.
ഇനി 3ൻ്റെ സ്ഥാനം നോക്കാം. ഈ ദശാംശം കഴിഞ്ഞുള്ളതെല്ലാം നോക്കി. ഇനി 3ൻ്റെ സ്ഥാനം 3 ഒറ്റ. ഈ ഹോൾ നമ്പർ നോക്കുക, പൂർണ്ണമായിട്ടുള്ള സംഖ്യ 3 ഒറ്റ, അതായത് 3 ഗുണം 1 3 അതിൻ്റെ സ്ഥാനമില്ല. ആ സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിക്കുക, ഒറ്റ. 2ൻ്റെ സ്ഥാനം നോക്കാം. 3 ഒറ്റ 2 10. 2ൻ്റെ സ്ഥാനം 10 സ്ഥാനവില എന്ന് പറയാൻ 2 ഗുണം 10 സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിക്കുക, 20. ഇവിടെ ഇനി 1 123-ൽ 3 ഒറ്റ 2 10 1 100. 1ൻ്റെ സ്ഥാനം ഏതാണ്? 100. സ്ഥാനവില എന്ന് പറഞ്ഞാൽ 1 100 കൂടെ ഗുണിക്കുക, 100 കിട്ടും. ഒറ്റ സംഖ്യകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതായത് 15 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 15ൻ്റെ കൂടെ 1 കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക, 16/2 8 8 സ്ക്വയർ n². അങ്ങനെ കണ്ടുപിടിക്കാം. 35 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 35 + 1/2, അതായത് 36/2 18 എണ്ണമാണെന്നുള്ളത്. 59 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 59 + 1/2 60/2 30 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. ഇനി 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ നേരെ 2 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി, 50 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 40/2 20 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. 60 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ 60/2 30 ഒറ്റ സംഖ്യകളാണുള്ളത്. ഒറ്റ സംഖ്യകളുടെ എണ്ണം 30. 200 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം ചോദിച്ചെങ്കിൽ 200ൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി, 100 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. 75,074-ൽ 5ൻ്റെ സ്ഥാനവില എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. സ്ഥാനവില അതായത് 4 ഒറ്റ 7 10 0 100 5 1000. 5ൻ്റെ സ്ഥാനം എത്രയാണെന്ന്? 5ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1000. അപ്പോൾ സംഖ്യയും ആ സ്ഥാനവും കൂടെ ഇട്ട് ഗുണിച്ചാൽ മതി, 5ഉം 1000ഉം കൂടെ. 5 എത്രൻ്റെ സ്ഥാനത്താണ്? 1000ൻ്റെ സ്ഥാനത്ത്. സ്ഥാനവില ചോദിച്ചാൽ 5 ഗുണം 1000 5000. സ്ഥാനമാണ് ചോദിച്ചെങ്കിൽ 1000. 5ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യ 1000ൻ്റെ സ്ഥാനത്ത് 5, അതായത് ആ സംഖ്യയും 1000ഉം കൂടെ ഇട്ട് ഗുണിച്ചാൽ മതി, 5000. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 7535-ൽ 5ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. 5 ഏതൊക്കെ സ്ഥാനത്താണെന്ന് നോക്കിയാൽ ഒറ്റ 10 100. 10ൻ്റെ 100ൻ്റെ സ്ഥാനത്തുണ്ട് 5, അതായത് 5 ഒറ്റയുടെ 100ൻ്റെ സ്ഥാനത്തുണ്ട്. 5 ഒറ്റ 3 10 5 100. അപ്പോൾ 5 ഏതിൻ്റെയൊക്കെ സ്ഥാനത്തുണ്ട്? 2 സ്ഥാനത്തുണ്ട്. 5 ഒറ്റയുടെ സ്ഥാനത്തുണ്ട്. അപ്പോൾ അതായത് 5 ഗുണം 1 5 ഒറ്റയുടെ സ്ഥാനത്ത്. ഇനി 5 100ൻ്റെ സ്ഥാനത്തുണ്ട്. 5 ഗുണം 100 സ്ഥാനവും സംഖ്യയും കൂടെ ഗുണിക്കുക, 500. അപ്പോൾ ഈ സ്ഥാനവിലകൾ 5ഉം 500ഉം ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 500-ൽ നിന്ന് 5 കുറയ്ക്കുക, 495. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 495. ഇവിടെ 2ഉം 2/3ൻ്റെ വ്യുൽക്രമം എത്ര? 2ഉം 2/3 മിശ്രഭിന്നമാണ്, അതിനെ വിഷമഭിന്നം ആക്കാം. അതായത് ഇത് രണ്ടും കൂടെ ഗുണിച്ചത് കൂട്ടുക, 2 ഗുണം 3 + 2/3. അതായത് 2 ഗുണം 3 എത്ര? 6 + 2/3. അതിൻ്റെ വില എത്ര കിട്ടും? 8/3 കിട്ടും. അത് നേരെ തിരിച്ചിട്ടാൽ മതി, 3/8. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 2/3 ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, മിശ്രഭിന്നമാണ്, അതിനെ വിഷമഭിന്നമാക്കുക. 2ഉം 2/3 എങ്ങനെ മാറ്റാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 പ്ലസ് മുകളിലുള്ളത് 2/3. 2 × 3 6 + 2/3, അതായത് 8/3. 8/3ൻ്റെ വ്യുൽക്രമം എന്ന് പറയാൻ നേരെ തിരിച്ചിടുക. 3ൻ്റെ വ്യുൽക്രമം വെച്ചാൽ 3/1, അത് തിരിച്ചിടുക, 1/3. ഇവിടെ 2ഉം 2/3ൻ്റെ വ്യുൽക്രമം 8/3. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ചോദിച്ചാൽ നേരെ തിരിച്ചിട്ടാൽ മതി. ഇത് മിശ്രഭിന്നം ആയതുകൊണ്ട് വിഷമഭിന്നം ആക്കണം. 2ഉം 2/3 2 × 3 പ്ലസ് മുകളിലുള്ളത് 2/3, അതായത് 6 + 2/3 8/3. അത് നേരെ തിരിച്ചിടുക, 3/8 കിട്ടും വ്യുൽക്രമം. 1,00,000-ൽ എത്ര 1000 ഉണ്ട്? അതായത് 1,00,000 നമുക്കങ്ങ് എഴുതാം. 1000-ൽ എത്ര ഇത്രയും അങ്ങ് മാറ്റിയാൽ മതി, 3 0 അങ്ങ് മാറ്റിക്കളഞ്ഞാലുള്ളതാണ് ഉത്തരം, 100. ഓപ്ഷൻ സി ആണ് ഉത്തരം, 100. 1,00,000-ൽ എത്ര 1000 ഉണ്ട്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇവിടെ 1,00,000 എഴുതിയിട്ട് 3 0, 1000-ൽ എത്ര 0 ഉണ്ട്? 3 0 അങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. പിന്നെ എത്ര വരും? 3 0 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ 100. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? 2 ആണ് ഉത്തരം. 2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്.
ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ളതിനെ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു. ഈ ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യയും 2ആണ്. 2-ന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ 1 എന്ന് പറയുന്ന ഭാജ്യസംഖ്യയോ അഭാജ്യ സംഖ്യയോ അല്ല. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏതാണ്? 2ആണ്. ഇരട്ട സംഖ്യയായിട്ടുള്ള ഏക അഭാജ്യസംഖ്യ ഏതാണ്? 2ആണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ആദ്യ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ, ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്ക് എഴുതി നോക്കാം. 3ഉം 5. അതിൻ്റെ ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. 3 × 5 15 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം, 15. ആദ്യത്തെ ഒറ്റ അഭാജ്യ സംഖ്യകൾ എഴുതുക. 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ, ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ എഴുതുക. 3ഉം 5ഉം അവയുടെ ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. 3 × 5 15. ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? അതായത് 51, 121, 117, 97. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങളുണ്ടാവൂ. 97 ഉത്തരം. 100-നും 90-നും ഇടയിൽ ഒരേ ഒരു അഭാജ്യ സംഖ്യയേ ഉള്ളൂ. അത് 97ആണ്. ഒരേ ഒരു അഭാജ്യ സംഖ്യ. അതായത് 51, 17, 3, 51 വേറെ ഘടകങ്ങളുണ്ട്. 121 11ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 1, 11, 121 അങ്ങനെ ഉണ്ട്. 117 ഇതിനെല്ലാം 2-ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 97ആണ് ഉത്തരം. തന്നിരിക്കുന്നവയിൽ ഒരേ ഒരു അഭാജ്യ സംഖ്യ ഏതാണ്? 97. 100-നും 90-നും ഇടയ്ക്ക് ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളത് 97ആണ്. ഓപ്ഷൻ ഡി. ഇവിടെ 72-നെ അഭാജ്യ ഘടകങ്ങളാക്കി നോക്കാം നമുക്ക്. 72 2 വെച്ചിട്ട് 2 36, 72 2 18, 2 9, 3 3 അഭാജ്യ ഘടകങ്ങളാക്കി നോക്കാം. അപ്പോൾ നമുക്ക് 72-നെ എങ്ങനെ എഴുതാം? 72 സമം 2 × 2 × 2 2 × 2 × 2 × 3 × 3. അപ്പോൾ 2 × 2 × 2 3 തവണ വന്നു. അപ്പോൾ 2 3 തവണ. 2³ × 3 2 തവണ. 2³ × 3². ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2³ ഇതിനെ അഭാജ്യ ഘടകങ്ങളാക്കി മാറ്റിയാൽ മതി. 2 36, 2 18, 2 9, 3 3. പിന്നെ മാറ്റാൻ പറ്റില്ല. അതായത് 2 × 2 × 2 × 3 × 3 2 3 തവണ വന്നു. അപ്പോൾ 2³ × 3 2 തവണ 3². ഓപ്ഷൻ ഡി ആണ് ഉത്തരം.